ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക്, ഡെയിലി മന്നായിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 131 സങ്കീർത്തനത്തിലെ ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എന്നുള്ള വാക്യമാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഇതെന്താണ് പിന്നീട് പറയുന്നത്? തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച ആ രാജാവിൻ്റെ പദവി ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദാവീദാണ് പറയുന്നത്. ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നു. എന്നാൽ അവിടെ നിന്നും കർത്താവ് ആ ദാവീദിനെ തിരഞ്ഞെടുത്ത് രാജാവാക്കുവാനായിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അഭിഷേക തൈലം തലയിൽ വീണ് കഴിഞ്ഞും അനേക വർഷങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ശൗല് തന്നെ കൊല്ലാനായിട്ട് പുറകെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അവിടെ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു നല്ല രാജാവായി തന്നെ ദാവീദിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കാരണം അഭിഷേക തൈലം വീണ് ഉടനെ ഒന്നും രാജാവായില്ല. അനേക വർഷങ്ങൾ കാത്തിരുന്ന് അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ദൈവം ദാവീദിനെ രാജാവാക്കിയത്. എന്നാൽ എല്ലാ സ്ഥാനമാനങ്ങളെക്കാളും ഏറ്റവും വലിയ ഒരു സ്ഥാനമാണല്ലോ ദാവീദിന് ലഭിച്ചത്. അപ്പോൾ അവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ദാവീദ് അനുഭവിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? തൻ്റെ ദൈവാശ്രയത്തെക്കുറിച്ചാണ് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ താൻ പറയുന്നത്. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. അതായത് പരിപൂർണമായിട്ട് താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പറയുന്നു, എനിക്ക് മനസ്സിലാകാത്ത വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, അതിനകത്ത് ഞാനോട് ഇടപെടുന്നതുമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നീ എന്നെക്കുറിച്ച്, അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു മുല കുടിക്കുന്ന പൈതലിനെ പോലെ അമ്മയുടെ അടുത്ത് ആ പൈതൽ എന്തിനാണ് പോകുന്നത്? ആ കുഞ്ഞിന് പാല് വേണമെന്ന് ഉള്ളപ്പോഴാണ് ആ കുഞ്ഞ് അമ്മയുടെ അടുത്തോട്ട് പോകുന്നത്. എന്നാൽ ഒരു മുലകുടി മാറിയ പൈതലാണെങ്കിലോ എന്താ? അമ്മയാണ് തൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട്, അമ്മയൊന്ന് കെട്ടിപ്പിടിക്കാനായിട്ട്, അമ്മയുടെ സ്നേഹമൊന്ന് ലഭിക്കാനായിട്ടാണ് ഒരു മുലകുടി മാറിയ പൈതൽ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. കാരണം അത് അമ്മയുമായിട്ടുള്ള ആ ബന്ധം, അല്ലാതെ ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ എന്തിനാണ്? എൻ്റെ ദൈവമാണ്, എന്നെ സംരക്ഷിക്കുന്ന കർത്താവാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എനിക്ക് എത്ര സന്തോഷമാണോ, അതൊരു കുഞ്ഞിൻ്റെ ചിന്തയാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഭൗതിക നന്മകൾക്കോ ആവശ്യത്തിനോ വേണ്ടി അല്ല എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. അത് എന്താ പറയുന്നത്? തൻ്റെ
സന്നിധിയിൽ ചെലവാക്കുന്ന അല്പസമയം അനേക സംവത്സരങ്ങളിലെ നന്മയേക്കാൾ എനിക്ക് അല്പസമയമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ സന്തോഷമാണ്. അതാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണത്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണത്. അപ്പം ഇപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർ അന്വേഷിച്ച് വന്നു കർത്താവിനെ, അയ്യോ കർത്താവെ നിന്നെ കണ്ടില്ലല്ലോ. അതെപ്പോഴാണ് പറഞ്ഞ് കർത്താവ് ഉടനെ മറുപടി പറയുന്നത് എന്താ? നിങ്ങൾ അടയാളം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വചനങ്ങളെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ആ അപ്പം എപ്പോഴും കിട്ടുമെന്നുള്ള ആശയോടെയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് കർത്താവ് പറയുന്നു. അപ്പം കർത്താവ് എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നന്മകൾക്ക് വേണ്ടി മാത്രം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്ന ഭക്തന്മാരെയോ മക്കളെയോ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന, വാസ്തവമായി സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം കൊതിക്കുന്ന വ്യക്തികളെയാണ് കർത്താവ് ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കത്തില്ലെന്നുമല്ല എൻ്റെ അർത്ഥം. എന്നാൽ ആ ഒരു ബന്ധം കർത്താവുമായിട്ട്, ഒരു മനോഹരമായ ബന്ധം സ്ഥാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഒരു നന്മ തന്നെത്താനെ വന്നുകൊള്ളും. അത് ആ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നന്മ കർത്താവിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. എങ്കിൽ തന്നെയും കർത്താവിനെ സ്നേഹിക്കുന്ന അതിൻ്റെ മാധുര്യം അനുഭവിപ്പാനായിട്ട് നമുക്ക് കർത്താവ് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.